കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചേരുന്നുണ്ട്. ശ്രീ സുധീരൻ, എത്ര വലിയ നഷ്ടം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ KPCC അധ്യക്ഷനായിരുന്ന കാലം, അദ്ദേഹം ജനപ്രതിനിധിയായിട്ടിരുന്ന കാലം, അതൊക്കെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് ചെല്ലച്ചേട്ടന്റെ വേർപാട്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പകാലം മുതൽ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹം പരമ്പരാഗതമായി തനിക്ക് ലഭിച്ചിരുന്ന സ്വത്തുക്കൾ ഭൂരിപക്ഷവും പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC പ്രസിഡന്റ്, അങ്ങനെ പാർട്ടി തലത്തിൽ കേരളത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിൽ വരെ അദ്ദേഹം എത്തുകയുണ്ടായി. അതേസമയം തന്നെ നിയമസഭയിലും രാജ്യസഭയിലും പ്രവർത്തിച്ചു. ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും, ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും അതീവ സത്യസന്ധതയോടുകൂടി ചൈതന്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നല്ല പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് നേരിയൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭയിലും മാതൃകാ നിയമസഭാ സാമാജികനായിരുന്നു. രാജ്യസഭയിലും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. എല്ലാ രാജ്യസഭയിലായാലും നിയമസഭയിലായാലും സഭയുടെ എല്ലാ തലങ്ങളിലുള്ളവരുടെയും ആദരവും എല്ലാവർക്കും അദ്ദേഹത്തെ ആദരവായിരുന്നു. കാരണം പൊതുരംഗത്ത് കടന്നു വരുന്നവർക്ക് എല്ലാം മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വേർപാട് പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ്. കോൺഗ്രസിനാണെങ്കിൽ തീർത്താൽ തീരാത്ത നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ തറവാട്ടിലെ കാരണവരാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം മുതലേ എനിക്ക് അദ്ദേഹവുമായി അടുപ്പമുണ്ട്. എന്നെന്നും സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്തും ഞങ്ങൾക്ക്, ഞാൻ മാത്രമല്ല എന്റെ തലമുറയുമായി ഇടപെട്ടിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. പ്രിയപ്പെട്ട ചെല്ലച്ചേട്ടന്റെ ഒരു എന്റെ സ്നേഹാദരങ്ങൾ വളരെ വളരെ അതീവ ദുഃഖത്തോടെ അർപ്പിക്കുകയാണ്.